ഹായ് നമസ്കാരം. ടൂൾസ് വെച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഗ്രൈൻഡർ സർവീസിൻ്റെ വീഡിയോ ആണ്. കാരണം ഇത് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റിക്വസ്റ്റ് ഒരു ടീം വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആർമേച്ചർ ഊരിപ്പോയില്ല, അതടിച്ചിട്ട് പൊട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഊരുന്നതെന്നുള്ളൊരു ഇതാണ് ഇന്ന് വന്നേക്കുന്നത്. കാരണം വെച്ചത് ഇതിൻ്റെ ഉള്ളിലൊരു ലോക്കുള്ള മോഡലാണ് ഇതിൻ്റെ ആർമേച്ചറിൽ ബെയറിങ്ങും ആർമേച്ചറും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ലോക്കിലാണ്. അപ്പോൾ അതഴിക്കണ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം. വാ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ അഴിക്കണം. ബാക്ക് സൈഡിൽ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ കപ്പിങ്ങോട് ഊരിപ്പോരുള്ളൂ. അപ്പം സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടാണ് ഇത് അഴിക്കണത്. 2 സ്ക്രൂ ഉണ്ട് ഇനി മോഡൽ, ചിലതൊക്കെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാർബൺ ഇതിനകത്ത് ഊരിയെടുക്കണം. കാർബൺ ഊരിയാലേ ആർമേച്ചർ അങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. നൈസായിട്ട് കാർബൺ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങോട്ട് ഊരിയെടുക്കുക. കാർബൺ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ മാറ്റേണ്ടി വരും എന്തായാലും. 2 സൈഡിലും കാർബൺ അങ്ങോട്ട് ഊരി മാറ്റുക. അതിന് ശേഷം ഈ കാണുന്ന 4 സ്ക്രൂ ഉണ്ട്, ആ 4 സ്ക്രൂ അഴിക്കണം നമുക്ക്. അപ്പം അതിങ്ങോട്ട് വലിക്കുക. ഇതിങ്ങോട്ട് പോകുന്നു. ഇനി ഇത് ഇങ്ങോട്ട് ഊരിയെടുക്കണം. ഇതിങ്ങോട്ട് പെട്ടെന്ന് ഊരിപ്പോരില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ സൈഡ് ഈ കാണുന്ന 4 സ്ക്രൂ അഴിക്കണം. ഇതിങ്ങോട്ട് അഴിച്ചെടുക്കുക. കഴിഞ്ഞു. ഇത് മാറ്റി വെക്കുക. നീ കാണുന്നത് അഴിഞ്ഞു പോരില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നെട്ട് നമ്മൾ അഴിക്കണം, സ്പാനർ, എന്നാൽ ഇതിങ്ങോട്ട് ഊരിപ്പോരുള്ളൂ. 10ൻ്റെ കീ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ പ്ലെയർ ഇട്ട് ലോക്ക് പ്ലെയർ ഉണ്ട്, ലോക്ക് പ്ലെയർ വെച്ചടിക്കുക, ഇടുക. ലോക്ക് ചെയ്തിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഇത് ഊരാത്തതിൻ്റെ കാരണം വെച്ചാൽ ഈ ബെയറിങ് ഇവിടെ ലോക്ക് ഇട്ടേക്കണം, കണ്ട ഇവിടെ സർക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് ഊരിപ്പോരില്ല. നോർമൽ മിഷ്യത്തിൻ്റെ വെറുതെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും. ഇത് പോരില്ല. ഇത് പോരുന്നുണ്ടെങ്കിൽ ഈ നെട്ട് ഇവിടെ ഊരിക്കഴിഞ്ഞാൽ ഈ ബെയറിങ്ങിനകത്ത് പോരുള്ളൂ. ഇതിപ്പോൾ ബെയറിങ് സ്റ്റക്കാണ്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പിനിയൻ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പിനിയൻ കളയരുത്, അവിടെ തന്നെ ഇരുന്നോട്ടെ. രണ്ടാമത് കയറ്റുമ്പോൾ നമുക്ക് എടുക്കാവുന്നു. ഓക്കെ, ഈ ബെയറിങ് പതിയെ റിമൂവ് ചെയ്യുക. ഇതിങ്ങനെ ഇടുക, ഇത് ഞെക്കിയിട്ട് എടുക്കുക. അപ്പം ഇനി ഇത് ഫ്രീ ആയി. ഇനി ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കണം. ഇത് വലിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുക. എന്തെങ്കിലും പീസ് ഇത് ഇവിടെ കൊള്ളിക്കുക. ഇങ്ങനെ ഇത് പതിയെ ഇങ്ങനെ മുട്ടുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബെയറിങ് ഇടാൻ വേണ്ടി, ഇതാണ് ബെയറിങ് 608 നമ്മുടെ ശരിക്കും കംപ്ലൈൻ്റ് ആയത്. പിന്നെ ഞാൻ തെറിച്ചു പോയി, പോട്ടെ കുഴപ്പമില്ല. ഈ 608 നേരെ ഇതിനകത്തോട്ട് ഇടുക. പതിയെ 2 മുട്ടോട്ടി കഴിഞ്ഞാൽ അകത്തോട്ട് കയറിപ്പോവും. കയറി. ഇനി നമുക്ക് ഈ സർക്ലിപ്പിനകത്ത് ഇടണം. സർക്ലിപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ അഴിച്ചപ്പോൾ ഇത് നൈസായിട്ടും തെറിച്ചു പോയായിരുന്നു. പക്ഷെ അത് കിട്ടി, കുഴപ്പമൊന്നും ഉണ്ടായില്ല, നമ്മളിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇടുമ്പോഴും അത് ഊരിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. തെറിച്ച് പോകരുത്, വീണ്. ലോക്ക് വീണ് കഴിഞ്ഞ് ലോക്ക് ഇട്ട് നമുക്കിനി നേരെ ഇതിനകത്തോട്ട് കയറ്റാം. ഇത് ഇങ്ങോട്ട് പതിയെ കയറ്റാം. കയറ്റുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ള പിനിയൻ, അതായത് ഗിയർ പിനിയനകത്ത് കറക്റ്റ് ഇടുന്നത് പുറത്തേക്ക് വീണുകൊണ്ട് നമ്മൾ തുടച്ചിരിക്കുകയാണ്. ഇതാണ് ഗിയർ പിനിയൻ. ഇത് നമ്മൾ ഇതിനുള്ളിൽ തന്നെ പതിയെ വെക്കണം.
ഇതുവഴി കയറ്റി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറ്റുക. ഫുള്ള് കയറ്റി കഴിഞ്ഞാൽ ഈ നെട്ട് ഇവിടെ വീഴൂല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഈ നെട്ട് ഇതിൽ കൂടി പതിയെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. ഇത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ നെട്ട് അവിടെ ലോക്കാവും. ഇട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലെ ഈ ബുഷ് ഇടണം. റബ്ബറിൻ്റെ ബുഷ് അതിനകത്ത് കയറ്റി കറക്റ്റ് ചെയ്തിട്ടേക്കണം. ഇത് നേരെ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് കയറ്റുക. കയറ്റുമ്പോൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഐഡിയാണ്. ഇത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇത് റൈറ്റ് സൈഡിലും താഴേക്ക് വരുന്നത്. അപ്പം ഇതിങ്ങനെയാണ് പൊസിഷൻ. സ്വിച്ച് ഇടത്തുവശം വരുമ്പോൾ സ്വിച്ച് ഈ സൈഡിൽ ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഇടത്തേക്കായിട്ട് ഓൺ ചെയ്യുമ്പോൾ താഴേക്ക് ഈ ഹൗസിംഗ് ആണ്. അതേപോലെ ഇത് നമുക്ക് ഇതങ്ങോട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം 4 സ്ക്രൂ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഹൗസിങ് ഈ ബെയറിങ്ങിൻ്റെ സംഭവത്തിനകത്ത് നമുക്ക് കൊള്ളിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇച്ചിരി ഗ്രീസ് ഇടണം. കാരണം വെച്ചാൽ ഗ്രീസ് നിലവിലുള്ളത് പോയി. നമ്മളൊരല്പം ഗ്രീസിനകത്ത് കൊള്ളിക്കണം. ഗ്രീസ് ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഗ്രീസ് ഇടരുത്. കുറച്ച് ഇടാവും, അല്ലെങ്കിൽ തിങ്ങിപ്പോവും. ഗ്രീസ് കയറിയിട്ട് തിങ്ങി ചൂടാവും. നേരെ കറക്റ്റാ പൊസിഷനിലൊക്കെ ഈ 4 സ്ക്രൂ നമ്മൾ ഇടുക. അപ്പോൾ 4 സ്ക്രൂ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് 10 തിരിച്ചു നോക്കാം. ഓക്കെയാണ്, കറക്റ്റ് സ്മൂത്തിങ് ആണ്. ഇനി നമുക്ക് കാർബൺ ഇടാം. കാർബൺ ഇപ്പോൾ തൽക്കാലം ഈ കാർബൺ തന്നെയാണ് ഇടുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ സ്റ്റോക്ക് ഇല്ല ഇപ്പോൾ കാർബൺ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ കാർബൺ 2 ദിവസത്തേക്ക് ഇടുക എന്നുള്ള പരിപാടിയിലാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഊരി മാറ്റാം. കാരണം ഇത് തീർന്നു നിൽക്കുകയാണ്. ഇത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. കാർബൺ ഏതാണ്ട് ഒരു 2-3 ദിവസം കൂടെ ഓടുകയുള്ളൂ. അതിന് തീർന്നു പോകും. കാർബൺ ഇട്ട് ഇനി ഇതിൻ്റെ മൂഡ് ബാക്ക് സൈഡ് നമ്മൾ തിരിച്ച് കയറ്റി ടൈറ്റ് ചെയ്യണേക്ക് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം. വല്ല സൗണ്ട് വ്യത്യാസമോ അങ്ങനെയൊക്കെ ഉണ്ടോന്ന്. ഓക്കെ ആയിട്ടുണ്ട്, പക്കയാണ്. വേറെ പിടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്നും നോക്കാനില്ല. ബാക്ക് സൈഡില ഇതും കൂടി ഇടുക. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി ഫിനിഷിങ് ആയി. അപ്പോൾ ഓക്കെ, നല്ല കറക്കോട്ടും നല്ല കാറ്റും പറ്റുന്നുണ്ട്. അടിപൊളി സംഭവം. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാധനം നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.